ഗവർണർക്കെതിരെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. SFI കലോത്സവ വേദിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് കുട്ടി സഹാക്കൾ. പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്താണ് SFI പ്രവർത്തകരുടെ ബാനർ പ്രതിഷേധ വിവരങ്ങൾ നൽകാനായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. കലോത്സവ വേദിക്ക് അരികിൽ നിന്ന് തന്നെ അഖിൽ, പുറത്തായിരുന്നു പ്രതിഷേധം ശക്തമായിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് ഉടനീളം നമ്മൾ അത് കണ്ടു. ഇപ്പോൾ ഈ കലോത്സവ വേദിയിൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവ വേദിയും കൂടി അലങ്കോലമാക്കുവാൻ തന്നെയാണ് SFIയുടെ ഈ ഒരു ധാർഷ്ട്യ തീരുമാനം. രജനി, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കഴിഞ്ഞ സർവകലാശാലകളിലെ സെനറ്റ് അംഗങ്ങളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഗവർണർ SFI പോര് അതിരൂക്ഷമായി കേരളത്തിന്റെ തെരുവോരങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണർ എത്തുമ്പോൾ അവിടെ തന്നെ വലിയ ബാനർ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് മുഴുവൻ ബാനർ പ്രതിഷേധം ഉണ്ടാകുമെന്ന തരത്തിൽ SFIയുടെ ആഹ്വാനം ചെയ്യുകയും അതിനെ നേരിടാൻ ഗവർണർ തന്നെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ സർഗാത്മക ശേഷി വളർത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ തന്നെ SFIയുടെ ബാനർ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ചാൻസലറിസം തുലയട്ടെ എന്ന ആ ബാനറാണ് കലാപ്രതിഭകൾക്ക് വേണ്ടി സ്വാഗതമരളാൻ വേണ്ടി SFI ഉയർത്തിക്കെട്ടിയിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് രജനി. കാരണം സർവകലാശാല ഈ സ്കൂൾ കലോത്സവം നടക്കുക എന്ന് പറയുന്നത് അത് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്, അതായത് സർക്കാർ സംവിധാനം ഉപയോഗിച്ചാണ്, സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടക്കുന്ന ഒരു കലോത്സവ മേളയിൽ ആ കലോത്സവത്തിന്റെ പ്രധാന കവാടം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ആശ്രമ മൈതാനത്തേക്ക്, അതായത് പ്രധാന കവാടത്തിലേക്ക് കയറി വരുന്ന സ്ഥലം. ഈ പ്രധാന കവാടത്തിലേക്ക് കയറി വരുന്ന അവിടെ ഏകദേശം 3 ഹെൽപ്പ് ഡെസ്കുകളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ASFന്റെയും AYFന്റെയും, അതായത് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിനുശേഷമുള്ളത് ഈ SFIയുടെ ഈ ഹെൽപ്പ് ഡെസ്ക് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഹെൽപ്പ് ഡെസ്ക് പിന്നെയുള്ളത് SFIക്കും, അത് കഴിഞ്ഞാലുള്ളത് DYFIക്കുമാണ് പിന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉള്ളത്. അതായത് ഭരണാനുകൂല സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകൾക്കും യുവജന സംഘടനകൾക്കും മാത്രം പ്രധാന വേദിക്ക് ഉള്ളിലേക്ക് അതിന്റെ പ്രവേശന കവാടത്തിന് അകത്തേക്ക് തന്നെ ഇതുപോലെ സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്തത്, ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ചെയ്തത്. അതൊരു സർക്കാരിന് ഭരണഘടനാ തലവന് തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധം ഉയർത്താൻ കൂടി ഇപ്പോൾ ഈ കലോത്സവ വേദി സാക്ഷ്യം വഹിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാൻസലറിസം തുലയട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നേരത്തെ SFI എടുത്ത അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ SFI ഇവിടെയും പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് വരും ദിവസങ്ങളിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ആ പ്രതിഷേധ പ്രകടനവുമായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് SFI നേതൃത്വം നൽകിയത് എന്നതാണ് ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ നമ്മളോട് നേരത്തെ സംസാരിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാ തലവനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഒരു ബാനർ സ്ഥാപിച്ചിട്ട് 100 കണക്കിന് പോലീസുകാരുണ്ട്, മന്ത്രിമാർ പോകുന്ന വഴിയാണ്. ആരും തന്നെ അഖില, ഈ പുറത്ത് നടന്ന ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം പോലീസ് കണ്ണടയ്ക്കുന്നു, ഭരണകൂടം കണ്ണടയ്ക്കുന്നു, ആ കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇത് കലോത്സവമാണ്. കുട്ടികളുടെ സർഗാത്മകത വാർത്തുന്നതിനുള്ള അല്ലെങ്കിൽ ആ കഴിവുകളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരു കലാപരിപാടി, അത് ലോകത്തെ തന്നെ ഈ ഗിന്നസ് ബുക്കിൽ തന്നെ ഇടം നേടിയ ഒരു സംഭവമാണ്. അവിടെയാണ് ഈ വിഷവിത്തുകൾ ഇങ്ങനെ പാകുന്നത്. ഇത് കാണുവാൻ വേണ്ടി അവിടെ പോലീസില്ലേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാനർ കെട്ടുന്ന സമയത്ത് പോലീസ് എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഒപ്പം അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കുകളാകട്ടെ അതും ഭരണാനുകൂല സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമായിട്ട് ഒതുക്കി കൊടുക്കുകയാണ് സർക്കാർ, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പും അടക്കം ചെയ്യുന്നതും. രജനി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവങ്ങളിൽ ഒന്നാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇത്രയും അധികം 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മറ്റൊരു കലാമേള ഇല്ല. അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന കലാമേള കുട്ടികൾ, അതായത് LP, UP, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളും ഒരുപോലെ മാറ്റുരയ്ക്കുന്ന ആ ഒരു സർഗോത്സവ വേദിയിലാണ് അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു ഭരണഘടനാ തലവനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധം
പ്രതിഷേധമുണ്ടാകുന്നത്. പ്രതിഷേധങ്ങൾക്കോ സമരങ്ങൾക്കോ ഒന്നും തന്നെ എതിര് നിന്നുകൊണ്ടല്ല പറയുന്നത്. ആ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകേണ്ടിടത്തൊക്കെ തന്നെ ഉണ്ടാകണം. പക്ഷേ ആ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് സർക്കാർ സ്പോൺസേഡായി മാറുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് സർക്കാരിന് കൂടി നേതൃത്വം നൽകുന്ന ഗവർണർ, ആ ഗവർണർക്ക് എതിരെ തന്നെ സർക്കാർ അനുകൂല വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെയും CPI-യുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ. അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പന്തൽ കിട്ടണമെങ്കിൽ ഈ കലോത്സവത്തിന്റെ പന്തൽ കമ്മിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ കലോത്സവത്തിന്റെ സംഘാടക സമിതിയിൽ നിന്നും ഒക്കെ തന്നെ അതിനുള്ള അനുമതി ഉണ്ടാവണം. അങ്ങനെ അനുമതി കിട്ടുന്നത് മുറയ്ക്ക് മാത്രമാണ് ഇവിടെ ഇത്തരത്തിലൊരു സ്റ്റാള് തുടങ്ങാൻ ആരംഭിക്കുക. കാരണം ഇവിടെ സ്റ്റാളുകളൊക്കെ തന്നെ ഉള്ളത് ചെറിയ ചെറിയ വെള്ളക്കടകളും അതുപോലെ തന്നെ ചെറിയ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ തന്നെ സ്റ്റാളുകളാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഒക്കെ തന്നെ ഉള്ള ഒരു സംവിധാനങ്ങൾ മാത്രമാണ് ഇവിടെ. അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കിടയിലാണ് സർക്കാർ അനുകൂല വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കും ഇതുപോലെ പ്രധാനപ്പെട്ട കവാടത്തിന് മുമ്പിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വരും മണിക്കൂറുകളിൽ ഇടയുണ്ടാക്കും. കാരണം നമുക്കറിയാവുന്നതുപോലെ ചാൻസലറിസം തുലയട്ടെ എന്ന് പറയുമ്പോൾ അത് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗവർണർക്കെതിരെയുള്ള SFIയുടെ പ്രഖ്യാപിതമായ ആ സമരം, XFI മുൻകൂട്ടി പ്രഖ്യാപിച്ച ആ സമരം ഈ കലോത്സവ വേദിയിലും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്കും എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് രജനി പറയാനാവുക. അഖിൽ, ഇവിടെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. കാരണം ഈ ഉദ്ഘാടന വേദിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇവിടെ പ്രതിഷേധങ്ങൾക്കല്ല പ്രാമുഖ്യം കൊടുക്കേണ്ടത്, കലയ്ക്കാണ്, കുട്ടികളുടെ കലാവാസനയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കടന്നുപോയി. അല്ലെങ്കിൽ ആ ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ഈ കലോത്സവം തുടരുന്ന 3-ാം ദിനത്തിലാണ് ഇങ്ങനെ ഗവർണർക്കെതിരായ പ്രതിഷേധം ബാനർ SFI കെട്ടുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത് കാണുന്നില്ല? അല്ലെങ്കിൽ ആ സ്ഥലത്ത് എപ്പോഴും നിലയുറപ്പിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇത് കാണുന്നില്ല? രജനി, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റോട്ടിലൂടെയാണ് മുഖ്യമന്ത്രി കടന്നുപോയത്. ഇന്ന് രാവിലെയും എന്നോട് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചു പോയതാണ്. ഒരു അൺഒഫീഷ്യലായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി കലോത്സവത്തിന്റെ പൊതുവായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ നമ്മളോട് ചോദിച്ചു പോയത്. കാരണം ആ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കടന്നു പോകുന്നതാണ്. മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം കലോത്സവം എന്ന് പറയുന്നത് കുട്ടികളുടെ ഉത്സവമാണ്. കുട്ടികളുടെ സർഗാത്മകമായ സർഗശേഷി വളർത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു കലാമേളയാണ്. അവിടെ രക്ഷിതാക്കൾ മത്സരിക്കരുത്, പ്രതിഷേധങ്ങൾക്ക് ഇടയുണ്ടാക്കരുത്, ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കരുത് എന്നതായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന 62ാമത് സ്കൂൾ കലോത്സവ മേളയിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞത്. കുട്ടികളുടെ കലോത്സവം എന്ന നിലയിൽ കുട്ടികൾക്ക് മാത്രമായി മുൻഗണന നൽകി പോകണമെന്ന ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ തന്നെ സപ്പോർട്ട് ചെയ്തു പിടിക്കുന്ന, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് തന്നെ ആ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് കൊടിപിടിക്കുന്ന കുട്ടി സഖാക്കൾ തന്നെ, SFIയുടെ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഗവർണർക്കെതിരായ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഇവിടെ SFIയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നേരത്തെ ഇവിടെ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നതാണ്, ഗോപികൃഷ്ണൻ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഗോപികൃഷ്ണനെ ഇവിടെ കാണുന്നില്ല. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഓഫീസർമാർ എത്തിയിരുന്നു. ഞാൻ എത്തുന്ന സമയത്ത് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഞാനും എൻ്റെ ക്യാമറമാനും ഇവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദൂരെ നിന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട്. ക്യാമറയും ചാനലും ഒക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാവാം ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കലോത്സവ വേദിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധം, ചാൻസലറിസം തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമ മൈതാനത്തിന് അകത്താണ് ബാനർ കെട്ടിയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുവാൻ തന്നെയായിരിക്കാം തീരുമാനം. ഒപ്പം ഈ ബാനർ കണ്ടിട്ട് പോലും വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ ബാനർ കണ്ടിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നത് പോലും ഈ വിദ്യാർത്ഥി സംഘടനകളാണ്. DYFI അതുപോലെ തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും കുട്ടികളിൽ പോലും ഈ വിഷവിത്തുകൾ പാകുന്നതിന് വേണ്ടി തന്നെയാണ് SFI ഈ നീക്കം നടത്തിയിരിക്കുന്നതും. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.